അപ്പോൾ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലിങ്ക്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് സെയിം പ്രീവിയസ് പ്രോബ്ലം വിത്ത് 4 numbers of 16 mm ടയർ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വാല്യൂസൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനത് ഒന്ന് എഴുതാം. നേരത്തെ നമുക്കുണ്ടായിരുന്ന പോലത്തെ സെയിം ബീം തന്നെയാണ് ഇവിടെ. പകരം നമുക്കിവിടെ 4 നമ്പർ ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂസൊക്കെ ഞാൻ ഒന്നും കൂടെ പറയാം. നേരത്തെ നമുക്ക് ബി എടുത്തിരുന്നത് 200 mm ഡെപ്ത്ത്, എഫക്റ്റീവ് ഡെപ്ത്ത് 400 mm ആയിരുന്നു. അതേപോലെ തന്നെ FY 415 എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേഡ് 415 ആയിരുന്നു യൂസ് ചെയ്തത്. M20 ഗ്രേഡ് കോൺക്രീറ്റ് ആയിരുന്നു. സോ അതിൽ നിന്ന് നമുക്ക് 20 Nm². അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 16 mm 4 ബാർസാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് AST, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് AST? ദാറ്റ് വിൽ ബി 4 × π/4 × 16². So this is equal to 804.25 mm². ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി അടുത്ത എന്താണ് സ്റ്റെപ്പ്? നമ്മൾ എങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് വാട്ട് ഈസ് XU/D. സോ XU/D, XU/D എന്താണ്? XU/D എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.87 FY/AST ഡിവൈഡഡ് ബൈ 0.36 FCK/BD. ഓക്കെ, FCK/BD ഇതെവിടെയുണ്ട്? IS കോഡിനകത്തുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അനക്സ് G പോയി നോക്കുക. G1 നമുക്കിത് കാണാൻ കഴിയും. XU/D എന്ത് വരും ഇവിടെ നിന്ന്? ദിസ് ഈസ് ഈക്വൽ ടു 0.87. FY is 415. AST, how much is AST? AST is 804.25 divided by 0.36 into FCK is 20 and B is given in question as 200 and D effective depth is 400. So this is equal to 0.504. So this will be 0.504. അപ്പോൾ XU/D കണ്ടുപിടിച്ചു. ഇതെന്താണ്? ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് യു ഹാവ് ടു ഫൈൻഡ് XU/max/D. So for FE 415 grade steel, XU/max/D is equal to 0.48. XU/max/D is equal to 0.48. അതും കോഡിനകത്ത് ഉള്ളത്, കോഡൽ പ്രൊവിഷനാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ എന്താണ്? XU/D കണ്ടുപിടിച്ചു, XU/max/D കണ്ടുപിടിച്ചു. Then you have to compare the values. Compare these two values and arrive at a conclusion whether the section is balanced, under reinforced or over reinforced. So here XU/D is greater than XU/D യുടെ വാല്യൂ എത്രയാണ്? 0.504. 0.504 is greater than 0.48. That means XU/D is greater than XU/max/D. So this implies XU is greater than XU/max. XU is greater than XU/max. So this means the section is over reinforced section. Over reinforced section ആണ്. അപ്പോൾ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആയാൽ എന്ത് സംഭവിക്കും? അത് ഒരു വാർണിംഗും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഫെയിൽ ആകും. കാരണം കോൺക്രീറ്റ് വിൽ ബി ഗോയിങ് ടു ഫെയിൽ ഫസ്റ്റ്. ഇവിടെ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണ്. നമുക്ക് വേണ്ടുന്നതിലും അധികം സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓവർ റീഇൻഫോഴ്സ്ഡ് എന്ന് പറയുന്നത്. സോ concrete is going to fail first. That means the failure will be a brittle failure, so that we won't be getting enough warnings. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ പ്രിഫേർഡ് അല്ല ആസ് പെർ IS കോഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യകത വരും. അപ്പോൾ ഈ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണ് വരുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് MU? അവിടുത്തെ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? അഥവാ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് അവിടെ എന്തായിരിക്കും? കോഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
അപ്പോൾ കോഡൊന്ന് ജസ്റ്റ് വായിക്കുക. കോഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ വാല്യൂ ഓഫ് സി എന്താണ് പറഞ്ഞേക്കുന്നത്? ഇഫ് ദ വാല്യൂ ഓഫ് XU/D ഈസ് ഈക്വൽ ടു, അത് ഈക്വൽ ആകുന്ന കേസാണ് പറഞ്ഞേക്കുന്നത്. ഡി നോക്കിയേ, ഇഫ് XU/D ഈസ് ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റിംഗ് വാല്യൂ. ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്? XU_lim/D അഥവാ XU_max/D ആണ് ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇഫ് XU/D ഈസ് ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് വാല്യൂ ദ സെക്ഷൻ ഷുഡ് ബി റീഡിസൈൻഡ്. സെക്ഷൻ എന്ത് ചെയ്യണം? റീഡിസൈൻ ചെയ്യണം. അപ്പോൾ റീഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് MU_lim തന്നെയായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഈ MU_lim തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ XU/D ഈസ് ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് വാല്യൂ വരുമ്പോൾ യു ഹാവ് ടു റൈറ്റ് MU ഈക്വൽ ടു MU_lim. അപ്പോൾ MU നമ്മൾ MU_lim ആയിട്ട് എടുത്തിട്ട് അവിടെ നമുക്ക് എത്രയാണോ AST കിട്ടുന്നത് ആ AST വെച്ചിട്ട് യു ഹാവ് ടു റീഡിസൈൻ ദ സെക്ഷൻ. അപ്പം നമുക്കൊരു ബിയും ഡിയും ഉണ്ട്. അപ്പോൾ ആ ബിയും ഡിയും അല്ല, പകരം നമ്മൾ AST ഇവിടെ നിന്ന് MU_lim എന്ന് AST കാൽക്കുലേറ്റ് ചെയ്യണം. ആ ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ. ഓക്കെ, അത് നമ്മൾ റീഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഇവിടെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഇത് ബാലൻസ്ഡ് സെക്ഷൻ്റെ കേസ്. ഇനി ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ വരുമ്പോഴത്തേക്ക് എന്ത് വരും? വിൽ ബി ഈക്വൽ ടു MU_lim. വിൽ ബി ഈക്വൽ ടു MU_lim. ഓക്കെ, അപ്പോൾ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ കേസിൽ വിൽ ബി ടേക്കിംഗ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈക്വൽ ടു MU limit or limiting moment of resistance. So MU will be equal to MU_lim. MU_lim നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് കോഡിനകത്തുണ്ട്. അപ്പോൾ എന്താണ് MU_lim? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ആരാണ് ഫെയിൽ ചെയ്യുന്നത്? ഇവിടെ ആരാണ്? കോൺക്രീറ്റ് ആണ് ഫെയിൽ ചെയ്യുന്നത്. സോ വിൽ ബി ഫൈൻഡിങ് ഇറ്റ് ഫ്രം ദ കംപ്രഷൻ സൈഡാണ്. സോ കംപ്രസീവ് ഫോഴ്സസ് ഇൻറ്റു ലിവർ ആണ്. സോ കംപ്രസീവ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 0.36 FCK BXU മാക്സ് വരും. ലിമിറ്റിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. മൾട്ടിപ്ലൈഡ് ബൈ D മൈനസ് 0.42 XU_max, അതാണ് ലിവർ ആം വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു D പുറത്തെടുക്കുക. അതുപോലെ തന്നെ ഒരു D വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? D വെച്ച് ഇഫ് യു ആർ ഡിവൈഡിങ് ദിസ് വിൽ ബി ബൈ D ആൻഡ് ബൈ D മൾട്ടിപ്ലൈഡ് ബൈ D. ഓക്കെ, സോ D സ്ക്വയർ അല്ലേ? നമ്മൾ 2D വെച്ചിട്ട് ഇവിടെ ഒരു D വെച്ച് ഡിവൈഡ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ ഒരു D വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ മോഡിഫൈ ചെയ്ത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 0.36 FCK. ഞാനത് കോഡിൽ എവിടെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. സോ 0.36 XU_max by D ഇൻറ്റു 1 മൈനസ് 0.42, ഇവിടെ 42 ആണ്, 0.42 XU_max by D into FCK BD square into FCK BD square. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് കോഡിനകത്ത് കാണിച്ചു തരാം. ഇത് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരുന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കോഡിൽ അതുപോലെ ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. കോഡിൽ ഞാൻ കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത്. ഇഫ് ദ വാല്യൂ ഓഫ് XU, അത് നമുക്ക് MU_lim എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. MU_lim എത്രയാണ്? ദാറ്റ് ഈസ് 0.36 XU/max by D into 1 minus 0.42 XU_max by D into BD square into FCK. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് എവിടെ കിട്ടിയിരിക്കുന്നത്? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 0.36. അത് തന്നെയാണ്, സെയിം തന്നെയാണ് ഞാനിവിടെ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അവിടെ നിന്ന് കോഡിൽ നിന്ന് ഡയറക്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഇനി ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 0.36 XU_max by D ഫോർ Fe415 എത്രയാണ്? 0.48 ആണ്. ഇൻറ്റു 1 മൈനസ് 0.42 ഇൻറ്റു 0.48 ഇൻറ്റു 0.48. So this is equal into FCK. FCK is 20 and B is 200 and D square is 400 square. So ഇത് ചെയ്യുമ്പോൾ നമുക്ക് 88.50 into 10 raised to 6 Newton mm വരും. If we are converting it into kilonewton meter, it will be 88.50 kilonewton meter.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഇതാണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വരിക. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഇവിടെ അറിഞ്ഞിരിക്കുക, ഇവിടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഹിയർ, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹിയർ the section is an over reinforced section. So it's a brittle failure. That means the section fails suddenly. The section fails suddenly. അപ്പോൾ അതുകൊണ്ട് തന്നെ IS കോഡ് recommends to redesign the section. അപ്പോൾ അവിടുത്തെ AST എത്രയാണെന്നുള്ളത് റീഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ബാർസ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ അത്രയും പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ XU/D ഇസ് ഈക്വൽ ടു XU max/D കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? AST കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം XU എന്ന് പറഞ്ഞാൽ എന്താണ്? XUവിൻ്റെ വാല്യൂ 0.87 F/AST. ഓക്കെ, 0.87 F/AST ഡിവൈഡഡ് ബൈ ഈ D ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, 0.87 F/AST, അല്ലെങ്കിൽ നമുക്ക് XU max/Dയുടെ വാല്യൂ കൊടുക്കാം, അതാണ് കുറച്ചുകൂടെ എളുപ്പം. 0.87 F/AST ഡിവൈഡഡ് ബൈ 0.36 FCKB, ഇതാണ് XU ഇൻറ്റു D ഇസ് ഈക്വൽ ടു XU max/Dയുടെ വാല്യൂ എത്രയാണ്? 0.48 ഇസ് ഈക്വൽ ടു 0.48. അപ്പോൾ ഇവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.87 Fy is 415 മൾട്ടിപ്ലൈഡ് ബൈ AST, അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, ഡിവൈഡഡ് ബൈ 0.36 FCK is 20 and B is 200 and effective depth is 400. This is equal to 0.48. ഓക്കെ, അവിടുത്തെ നമുക്ക് AST കിട്ടും. അപ്പോൾ ഇവിടുത്തെ AST കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ഇൻ mm². 700 സംതിങ് യു വിൽ ബി ഗെറ്റിംഗ് 750 സംതിങ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 765 പോയിൻറ്റ് സംതിങ് യു വിൽ ബി ഗെറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? മുന്നത്തെ ക്വസ്റ്റ്യനിൽ നിന്നുള്ള പ്രത്യേകത, ഇവിടുത്തെ സെക്ഷൻ എന്താണ്? ഒരു ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണ്. അപ്പോൾ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഒരിക്കലും നമ്മൾ IS കോഡ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ റീഡിസൈൻ ചെയ്യണം. കാരണം എന്താണ്? ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും. കോൺക്രീറ്റ് ആണ് ആദ്യം ഫെയിൽ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി എ ബ്രിട്ടിൽ ഫെയിലിയർ. അപ്പോൾ ഒരു സഡൻ ഫെയിലിയർ ആയിരിക്കും, വിൽ നോട്ട് ബി ഗെറ്റിംഗ് എനഫ് വാർണിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിറ്റർമിൻ വെദർ ദ സെക്ഷൻ ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ്, ഓവർ റീഇൻഫോഴ്സ്ഡ് ഓർ ബാലൻസ്ഡ് സെക്ഷൻ. ഫോർ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് XU/D. കോഡിനകത്തുണ്ട് XU/D ഫോർമുല ചെയ്ത് കണ്ടുപിടിക്കുക. XU max/D കോഡിനകത്തുണ്ട്, അത് നമ്മൾ നോക്കുക എത്രയാണ് വാല്യൂ എന്ന് വെച്ചാൽ അത് എഴുതാം. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കമ്പാരിസൺ ആണ്. കമ്പയർ ചെയ്യുക ഏത് സെക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുക. സെക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ M വിൽ ബി ഈക്വൽ ടു MU lim. ഓക്കെ, MU lim ഫ്രം കംപ്രഷൻ സൈഡ് ഇക്വേഷൻ എഴുതുക, അത് കണ്ടുപിടിക്കുക. ഓക്കെ, അത്രയാണ് നമ്മുടെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വരുന്നത്. ഇനി IS കോഡ് ഈ ഒരു സെക്ഷൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇറ്റ്സ് ഓവർ റീഇൻഫോഴ്സ്ഡ്. ദെയർഫോർ യു ഹാവ് ടു റീഡിസൈൻ ദ സെക്ഷൻ. അപ്പോൾ അതിന് എത്ര AST ആണ് വേണമെന്നത്? ദാറ്റ് വിൽ ബി ഗിവൺ ബൈ XU/D ഈക്വൽ ടു XU max/D. അവിടെ നിന്ന് AST കണ്ടുപിടിക്കാം. ഓക്കെ, ദിസ് വിൽ ബി 765 പോയിൻറ്റ് സംതിങ് കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. 765 പോയിൻറ്റ് സംതിങ് യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് mm². ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഓർ KTUവിൻ്റെ അണ്ടറിൽ
ബിടെക് പഠിക്കുന്നവർക്കായി ഏറ്റവും പുതിയൊരു ആപ്ലിക്കേഷൻ ബിടെക് ട്യൂട്ടർ എന്ന ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ബിടെക് ഓഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള, അതായത് S1, S3, S5, S7ലേക്കുള്ള പേപ്പേഴ്സ് പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സസ് ആണ് ഞങ്ങളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അറൗണ്ട് 10 to 15 അവേഴ്സിൻ്റെ ക്ലാസ്സസ് കൊണ്ട് നിങ്ങളുടെ, അതായത് ബിടെക്കിൻ്റെ ഓരോ പേപ്പേഴ്സും അനായാസേന പാസ്സാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഞങ്ങളുടെ NIT, IIT ഫാക്കൽറ്റീസിൻ്റെ സഹായത്തോടു കൂടി ഓരോ സബ്ജക്ട്സിലും വളരെയധികം ഗുഡ് നോളജും അതോടൊപ്പം തന്നെ ഓരോ സബ്ജക്ട്സും വളരെ എളുപ്പം പാസ്സാകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഞങ്ങളുടെ ക്ലാസ്സസിലൂടെ ഓരോ മൊഡ്യൂൾസിൻ്റെയും പഠനാവസാനത്തിൽ അതാത് മൊഡ്യൂളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള KTU പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾ സോൾവ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകൾ ആക്ടിവേറ്റഡ് ആണ്. അതിലൂടെ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിൻ്റെ ഡയറക്റ്റ് ഹെൽപ്സും ലഭിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ബിടെക് ട്യൂട്ടർ എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സെമസ്റ്ററുകളുടെയും പേപ്പറുകൾ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ ഓരോ പേപ്പേഴ്സും വെറും 300 രൂപ എന്ന നിരക്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. A trusted hand for all KTU students. BTech Tutor. BTech Tutor app നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. For more updates and exam related notification, please like our FB page and subscribe our YouTube channel. Your feedback and suggestions are valuable for us. Thank you.